MDMA അടിക്കും നല്ല ഒന്നാന്തര സിഗരറ്റ് വലിയാണ് വെള്ളം അടിയാണ്. എന്റെ വീഡിയോക്കകത്തല്ല, കൊല്ലം സുധിച്ചേട്ടന്റെ മൂത്ത മകന്റെ ഒരു വീഡിയോയുടെ അടിയിൽ വന്നു ഒരു കമന്റ് ഇട്ടേ. ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോക്കകത്തോട്ട് എല്ലാവർക്കും പതിവ് പോലെ സ്വാഗതം. രേണുസുതിയാണ് കണ്ടത്. താല്പര്യമില്ലാത്ത ആൾക്കാർ ആ വഴി പൊക്കോളൂ, താല്പര്യമുള്ള ആൾക്കാർ ഇവിടെ നിൽക്കൂ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ എന്തെങ്കിലും ഒരു കാര്യം കമന്റ് കൂടി ചെയ്തേക്കുക. വീഡിയോ കാണുന്ന ആൾക്കാരാണ് ഇപ്പം തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് അങ്ങോട്ട് വീഡിയോ കൊണ്ടുള്ള വലിയൊരു ഉപകാരമായിരിക്കും. ഇനി നമ്മുടെ രേണു ചേച്ചി ഒരു പുതിയ പ്രസ്താവനയും കൊണ്ടുവന്നിട്ടുണ്ട് അബൌട്ട് കിച്ചുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ കിച്ചുവായിട്ട് റിലേറ്റ് ചെയ്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ രേണുവിൻ്റെ സബ്സ്ക്രിപ്ഷൻ വീഡിയോസും കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് ഓൺലൈൻ മീഡിയക്കാർ കിച്ചുവിനോട് ചോദിക്കുമ്പോൾ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ മാറിപ്പോയൊരു ക്ലിപ്പും, സ്വയം സംരംഭം തുടങ്ങാൻ ഉദ്ദേശിച്ചിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ക്ലിപ്പും, ഒപ്പം തന്നെ അവൻ്റെ ആദ്യ ഉദ്ഘാടനം ഷെയർ ചെയ്തിട്ടും അതിന് സപ്പോർട്ട് ചെയ്തിട്ടും അവൻ്റെ ഫാമിലി എന്ന് അവൻ കരുതുന്ന അവൻ്റെ കൂട്ടുകാരൻ്റെ ഫാമിലി വല്ലാതെ അവനെ ബൂസ്റ്റപ്പ് ചെയ്ത് സംസാരിക്കുന്നതും ഇവനാണ് ശരിക്കും ഉദ്ഘാടനങ്ങളൊക്കെ ചെയ്യേണ്ടത് സുധിച്ചേട്ടൻ്റെ പേരിൽ എന്നൊക്കെ പറഞ്ഞ് അവനെ വല്ലാതെ ബൂസ്റ്റ് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇതാണ്. താല്പര്യമുള്ള ആൾക്കാർ പോയിട്ട് കാണുക. താല്പര്യമുള്ള ആൾക്കാർ എന്നല്ല, മസ്റ്റായിട്ട് എല്ലാവരും പോയി കാണുക. ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് രണ്ടാനമ്മ രേഷ്മ പി തങ്കച്ചിൻ്റെ സ്വഭാവം മാറിയത് എന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഈ ഒരു വീഡിയോ കാണാതെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവില്ല. സോ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ആ വീഡിയോയും കൂടെ ഒന്ന് പോയിട്ട് കാണുക. അപ്പം ഇനി നമുക്ക് രേണു പറയുന്ന സുധിച്ചേട്ടൻ്റെ മൂത്ത മകൻ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്ന ചില കാര്യങ്ങൾക്കകത്തോട്ട് കടന്നു ചെല്ലാം. നമസ്കാരം, രേണുസുതിയാണ്. അപ്പം ഞാൻ ഇന്നലെ ഒരു കമന്റിനെ പ്രതികരിക്കാൻ വന്നതാണ്. എൻ്റെ വീഡിയോക്കകത്തല്ല, കൊല്ലം സുധിച്ചേട്ടൻ്റെ മൂത്ത മകന്റെ ഒരു വീഡിയോയുടെ അടിയിൽ വന്നു ഒരു കമന്റ് ഇട്ടേ. കൊല്ലം സുധിച്ചേട്ടൻ്റെ മൂത്ത മകന്റെ വീഡിയോക്കകത്ത്. അപ്പം അത് ഇവരുടെ മകനല്ലാതെ ആയിരിക്കുകയാണ് ഗൈസ്. പെട്ടെന്ന് ഇത്രയും കാലം അവനാണ് എൻ്റെ മൂത്ത മകൻ, അവനാണ് അമ്മ എന്ന് വിളിച്ചത്. ഇതിനു മുമ്പ് കിച്ചു ചില കോൺട്രവേഴ്സിക്കകത്ത് ഇടപെട്ടിട്ട് അവൻ്റെതായ രീതിയിൽ കമൻറ്റ് വഴിയും മറ്റേ ട്രോഫീൻ്റെ ഇഷ്യൂ ഉണ്ടായപ്പോഴും അതല്ലാതെ വേറെ എന്തൊക്കെയോ ഒരു പ്രശ്നം ഉണ്ടായ സമയത്തും അല്ല അവൻ എന്തൊക്കെ പറഞ്ഞാലും അവൻ എൻ്റെ മകനല്ലേ, ഞാൻ അവനോട് അങ്ങനെ കാണിക്കില്ല, ഞാൻ അവനെ ചേർത്ത് പിടിക്കും എന്നൊക്കെ ഭയങ്കര ഡ്രമാറ്റിക്കായി സംസാരിച്ച് പുള്ളിക്കാരിയാണ് വന്നിരുന്ന് പറയുന്നത് സുധിച്ചേട്ടൻ്റെ മൂത്ത മകനെന്ന്. അന്ന് പറഞ്ഞു ഏത് സാഹചര്യത്തിലും അവനെ കൈവിടില്ല, അവനോട് വെറുപ്പ് തോന്നില്ല, മൂത്ത മകനാണ്, ആ സ്ഥാനത്തിൽ നിന്ന് മാറ്റം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം പെട്ടെന്ന് പുള്ളിക്കാരിക്ക് അതങ്ങോട്ട് മാറി മറിഞ്ഞു. ഇപ്പം കൊല്ലം സുധിച്ചേട്ടൻ്റെ മൂത്ത മകനായി, പുള്ളിക്കാരിൻ്റെ മകനല്ല. മോനെ അവളുടെ കയ്യിൽ നിന്ന്, രേണുവിൻ്റെ കയ്യിൽ നിന്ന് ഋതു, അതായത് സുധിച്ചേട്ടൻ്റെ ഇളയ മകനെ നീ രക്ഷിച്ചെടുക്കടാ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ കമന്റ് ഇടുന്ന മിടുക്കികളും മിടുക്കന്മാരും എന്ത് ചെയ്യേ? കുഞ്ഞിന് ബാഗ്, ഇപ്പം സ്കൂൾ തുറക്കുക, ബാഗ് ഞാൻ തന്നെ വേണ്ട മേടിച്ചു കൊടുക്കാം. പിന്നെ എങ്ങനെ പിന്നെ ഒന്ന് നീട്ടി തുപ്പിക്കോട്ടെ, വേറെ ഒന്നും കൊണ്ടല്ല. പിന്നെ നിങ്ങളുടെ ഉത്തരവാദിത്തം എന്താ? തള്ളാന്ന് പറഞ്ഞ് നടക്കുന്നത് പിന്നെ എന്തിനാ? സാധാരണ അച്ഛനില്ലാത്ത സ്ഥാനത്ത് അമ്മയാണ് ഇതൊക്കെ നിന്നിട്ട് മേടിച്ചു കൊടുക്കേണ്ടത്. അതിനർത്ഥം നിങ്ങൾ എല്ലാ തൊട്ടിത്തരും കാണിക്കണം എന്നുള്ളതിൻ്റെ ലൈസൻസ് അല്ല. നാട്ടിലെ വിധവകളായ എത്രയോ ആളുകൾ അവരുടെ കുടുംബം പോറ്റാൻ വേണ്ടി മുൻകൈ എടുത്ത് വർക്ക് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവരെല്ലാവരും നിങ്ങൾ ബാഗ് മേടിക്കാൻ പൈസ തായോ, നിങ്ങൾ ബുക്ക് മേടിക്കാൻ പൈസ തായോ എന്ന് തെണ്ടിക്കൊണ്ട് കിടക്കണം. ഇപ്പോഴും നിങ്ങൾക്ക് ഈ തെണ്ടൽ നിർത്താനായില്ലേ? എപ്പോൾ തുടങ്ങിയ തെണ്ടലാണ്? എന്നാൽ നിങ്ങൾ പൈസ ഇതൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. കിച്ചുവിനോട് അത് ചെയ്യാൻ മറ്റൊരാൾ പറയുന്നുണ്ടെങ്കിൽ കിച്ചു അവൻ്റെ ചേട്ടനാണ്. നിങ്ങളുടെ പ്രവർത്തികളിൽ ആ കുട്ടീൻ്റെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുമെന്ന് കരുതിയിട്ടാണ് ആ കിച്ചുവിനോട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ആളുകൾ കമൻറ്റ് വഴി പറയുന്നത്. അല്ലാതെ നാട്ടുകാർക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടിട്ട് കുട്ടിക്ക് ബുക്കും പെൻസിലും വാങ്ങിക്കൊടുക്കാത്ത എന്തിൻ്റെ ഗുരു? നിങ്ങൾ പണം ഉണ്ടാക്കുന്നുണ്ടല്ലോ പല മാർഗത്തിൽ. അതിനകത്ത് ബുക്കും പെന്നും വാങ്ങിയാൽ എന്താ അവനെ എഴുതാൻ പറ്റത്തില്ലേ? അല്ലെങ്കിൽ അവൻ്റെ തോളെ ബാഗ് കയറത്തില്ലേ? പിന്നെ എങ്ങനെ പിന്നെ ഈ പറഞ്ഞോളന്മാർ ഒരു കമന്റ് ഇടാൻ മേലെ, മോനെ നിനക്ക് കിട്ടുന്ന പൈസയെന്ന് അവൻ എന്തെങ്കിലും മേടിച്ചു കൊടുക്കും പറയാൻ മേലെ? അത് സിനി മൂഞ്ചേട്ടം. ഇവിടെയും പുള്ളിക്കാരിക്ക് ഇതൊന്നും മേടിച്ചു കൊടുക്കാൻ മേല. കിച്ചത് മേടിച്ചു കൊടുക്കാൻ അവനോട് പറയണം. അതെന്താ നിങ്ങൾക്ക് മേടിച്ചു കൊടുക്കാൻ മേലെ? വീട്ടിൽ തങ്കപ്പിടി ഇല്ലേ, തങ്കുച്ചേട്ടൻ, പുള്ളിക്കാരൻ ഒരു ദിവസം കൂലിപ്പണിക്ക് പോയാൽ മേടിച്ചു കൊടുക്കാൻ മേലെ? പെങ്ങളില്ലേ, നേഴ്സാന്നല്ലേ പറഞ്ഞത്, ആ കുട്ടിക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റത്തില്ലേ? പിന്നെ ആങ്ങളുണ്ടല്ലോ എഞ്ചിനീയറോ അങ്ങനെ ആരാണ്ടോ ആണല്ലോ, പുള്ളിക്കാരന് മേടിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റത്തില്ല. ഇവർക്ക് എല്ലാവർക്കും ഉള്ള ബാഗ് ഹോൾസെയിലിൽ എടുത്തിട്ട് നിങ്ങൾ വേണം കൊടുക്കാൻ. അല്ലെങ്കിൽ കിച്ചുവിനോട് ഇത് മേടിച്ചു കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ പറയണം. എന്താവശ്യത്തിന്? കിച്ചുവിനെ കാണുന്ന സബ്സ്ക്രൈബേഴ്സ്, അവനെ കാണുന്ന വ്യൂവേഴ്സ്, അവന് കമൻറ്റ് ഇടുന്ന ആളുകൾ പറയണോ ഋതപ്പന് ബാഗ് മേടിച്ചു കൊടുക്കാൻ? ഉത്തരവാദിത്തമുള്ള ചേട്ടനാണെങ്കിൽ അവനത് ചെയ്തിരിക്കും. മനസ്സിലായോ? നിങ്ങൾക്ക് ആ ഉത്തരവാദിത്തം ഇല്ല. എന്തിനാണ് ഇതൊക്കെ മേടിച്ചു തരാൻ വേണ്ടിയിട്ട് കിച്ചുവിനോട് പറയേണ്ട ആവശ്യം? കിച്ചു പണം ചിലവാക്കാൻ വേണ്ടി മറ്റുള്ളവർ കിച്ചുവിനോട് പറയേണ്ട കാര്യം എന്താണ്? പിന്നെ നിങ്ങളുടെ ഉത്തരവാദിത്തം എന്താ? നിങ്ങളുടെ ഡ്യൂട്ടി എന്താ? പിന്നെ ആസ് എ മദർ റൂം അടച്ചിട്ട് അതിനകത്ത് കയറിയിരുന്ന് സബ്സ്ക്രിപ്ഷൻ വീഡിയോ വഴി കുട്ടന്മാരെ ത്രസിപ്പിക്കലാണോ നിങ്ങളുടെ ഡ്യൂട്ടി? അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. കാരണം എത്രയോ ആളുകൾ ഇപ്പം ഈ കറണ്ട് സിറ്റുവേഷനിൽ സ്കൂളൊക്കെ തുറക്കാനാവുന്ന ബുക്ക് വാങ്ങാൻ, ബാഗ് വാങ്ങാൻ മക്കൾക്ക് 2, 3, 4 പിള്ളേരുള്ള ആൾക്കാർ എന്താണ് ഹസ്ബൻഡും ഭാര്യ ഉണ്ടായിരിക്കെ കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ പിന്നെ ഇങ്ങനെ വന്നിരുന്ന് വല്ല പള്ളിയിലെയോ പള്ളിക്കാരോടോ അമ്പല കമ്മിറ്റിക്കാരോടോ അല്ലെങ്കിൽ നാട്ടിൽ സേവനം ചെയ്യുന്ന വേറെ ആൾക്കാരോടൊക്കെ സ്വന്തം അവസ്ഥ പറഞ്ഞിട്ട് അവർ വഴി ഒരു സഹായം ലഭിക്കുന്നതിലൊരു അർത്ഥമുണ്ട്. നിങ്ങൾ പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? സ്വയം ഒന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞൂടെ? ഇത്രയും കാലം ദാരിദ്ര്യമാണ്, നിങ്ങൾക്ക് കയറി കിടക്കാൻ നല്ലൊരു വീട് കിട്ടി,
സ്ഥലമുണ്ട്, ആ വീട്ടിൽ അത്യാവശ്യത്തിന് ആവശ്യത്തിലധികം സൗകര്യങ്ങളുണ്ട്, വൃത്തി മെനയുള്ള നല്ല അടിപൊളി വീടാണ്. എന്നാൽ പിന്നെ കൊച്ചുങ്ങളുടെ കാര്യം നോക്കാൻ വേണ്ടി മാത്രമെങ്കിലും അധ്വാനിച്ച് പണമുണ്ടാക്കി അതിറ്റുങ്ങളെ ഈ ദാരിദ്ര്യം പറയാതെ തെണ്ടാതെ ചെലവിനിതാ ജീവിക്കാൻ ആൾക്കാർ ജീവിക്കുന്നില്ലേ? ഇവരോട് ഇതിൽ കൂടുതൽ എങ്ങനെയാണ് പറയേണ്ടത് എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല കേട്ടോ. അതൊന്നും പറയുന്നില്ലല്ലോ. ഇപ്പൊ ഞാനല്ല എൻ്റെ കുഞ്ഞിനെ നോക്കുന്നത്, ഇപ്പൊ ഞാൻ നോക്കിക്കോളാം കേട്ടോ, വൃത്തിയായിട്ട് നോക്കിക്കോളാം കേട്ടോടി. വൃത്തിയായിട്ട് നോക്കുന്നുണ്ടല്ലേ നീ? കൊച്ചിനെ വൃത്തിയായിട്ട് നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ആ ഒരു വിഷയത്തിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ഈ പുള്ളിക്കാരി പറയുന്ന വേറൊരു വീഡിയോ ഉണ്ട്. കിച്ചു പറഞ്ഞിട്ടാണ് ഋതപ്പൻ ഉണ്ടായത്. അപ്പോൾ കിച്ചുവിന് അത്രയധികം കാര്യമാണ്. ഇപ്പം എങ്ങനെയാണ് പെട്ടെന്ന് കിച്ചു കണ്ണിലെ കരടായത് എന്നുള്ളത് പറയേണ്ട ഒരു ഉത്തരമാണ്. ഇവർ പറയേണ്ട ഉത്തരമാണ്. ഇവർ ആൾക്കാരെ ബോധിപ്പിക്കേണ്ട കാര്യമാണത്. കാരണം ഇത്രയും കാലം കിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പോണ സ്ഥലത്തെല്ലാം വീഡിയോ കോളും ചെയ്ത് മീഡിയ വഴി ആൾക്കാരെ മുമ്പിലോട്ട് ആ കുട്ടീനെ സൈബർ ബുള്ളിങ്ങിനൊക്കെ വേണ്ടി വെറുതെ ഇട്ട് കൊടുത്തിട്ട് ഇവരുടെ റീച്ചിന് വേണ്ടി കൊല്ലം സുധീനെയോ ഒരു സൈഡാക്കി പുള്ളിക്കാരൻ്റെ പേരോ നാറ്റിച്ചു. ഇവനെയും കൂടെ നാറ്റിച്ച് എങ്ങനെയെങ്കിലും നെഗറ്റീവ് റീച്ച് വഴി എവിടെയെങ്കിലും എത്താനുള്ള പ്ലാനും പദ്ധതിയായിരുന്നു. അത് പകുതിയെ മൂഞ്ചിപ്പോയി. ഇത് പുള്ളിക്കാരി വളരെ നാടകീയമായ രീതിയിൽ ചുന വീട്ടിലൊക്കെ ഭയങ്കര എതിർപ്പായിരുന്നു. എന്നെക്കാളും കാര്യം വീട്ടുകാർക്കായിരുന്നു. ആ ക്ലിപ്പ് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. എന്നെക്കാളും ഇപ്പൊ ഇവര് തന്നെയാണ് അവർക്ക് ഇഷ്ടം. അപ്പായ്ക്കും അമ്മയ്ക്കും ചേച്ചിക്കും ചേട്ടനും എല്ലാവർക്കും. ഇവരെക്കാളും കാര്യമുള്ള വീട്ടുകാർക്ക് ഇപ്പം എന്തേ അവനെ വേണ്ടാത്തത്? എന്തുകൊണ്ടാണ് അത്രയും കാര്യമായിട്ട് നോക്കിയിട്ട് കിച്ചുവിനെ നിങ്ങളുടെ കൂടെ നിൽക്കാൻ താല്പര്യമില്ലാത്തത്? നിങ്ങളെ കാര്യമായി നോക്കല് സുധി ഉള്ളിടത്തോളം കാലം വരെ. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളെല്ലാം കൂടെ ഒരുമാതിരി ഡ്രാക്കുള പോലെയാണ് ആ കുട്ടിയുടെ അടുത്ത് ബിഹേവ് ചെയ്തിട്ട്. അതുകൊണ്ടാണ് അതിപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയിട്ടുള്ളത്. എന്നാലും എടാ എൻ്റെ അടുത്ത് ഞങ്ങളുടെ അടുത്ത് ഇങ്ങോട്ടാ പറഞ്ഞു, അച്ഛ അമ്മ എനിക്കൊരു അനിയനെ വേണം, അവൻ അനിയനെ വേണമെന്നാ പറഞ്ഞു. അപ്പോഴാണ് കുഞ്ഞിനെ പറ്റി പോലും ഞങ്ങൾ ചിന്തിച്ചത് തന്നെ. കിച്ചു പറഞ്ഞിട്ടാണ്. അത് കിച്ചുവിനെ അറിയാം, നന്നായിട്ട് അറിയാം. അതുവരെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ആവട്ടെ നമുക്ക് വേറെ കുഞ്ഞൊന്നും വേണ്ട കേട്ടോ, സത്യം നമുക്ക് വേറെ കുഞ്ഞൊന്നും വേണ്ട, നമ്മുടെ കിച്ചു ഞാൻ സുധിച്ചേട്ടാ പറയണ പോലെ തന്നെ നമ്മുടെ കിച്ചു മാത്രം മതി നമുക്ക്. സത്യം, ദൈവ സത്യമായിട്ടും. അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഇവിടെ മരിച്ചു വീഴട്ടെ, ഈ പറഞ്ഞ സത്യം അല്ലെങ്കിൽ. ഓ, ഇത്രയും വലിയ കള്ളം പറഞ്ഞിട്ട് എന്നിട്ട് അവിടെ മരിച്ചു വീണില്ല, അത് അതിലും വലിയ കൊമ്പടി. എന്തെങ്കിലും പറയുമ്പോഴേക്ക് ഞാൻ മരിച്ചു വീഴട്ടെ, ഞാൻ തലയിറങ്ങി വീഴട്ടെ, എനിക്ക് എന്തെങ്കിലും പറ്റട്ടെ. നാണോ ഇല്ലല്ലോ, പോത്ത് പോലെ വളർന്നില്ല. ഈ വക തൊട്ടിയ ഡ്രാമകൾ ആൾക്കാരുടെ മുമ്പിൽ കാണിക്കുക. അമ്മ സത്യം, അച്ഛൻ സത്യം, പറയുന്നത് കള്ളായിരിക്കും, എന്നാലും വെറുതെ വാക്കുകൊണ്ട് ഇങ്ങനെ അങ്ങനെ ഒരു സത്യം. കഷ്ടം തന്നെ. കിച്ചു ആണ് ഋതപ്പൻ ഉണ്ടാവാനുള്ള കാരണം എന്നാണ് ഇവർ പറഞ്ഞത്. കിച്ചുവിൻ്റെ ആവശ്യപ്രകാരം അവനൊരു അനിയന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഉണ്ടായത്. പക്ഷേ ഇപ്പൊ കിച്ചു ഇവർക്ക് കണ്ണിലെ കരട്, കണ്ണിലെ കുരു. ഇനി വേറൊരു കാര്യം കേൾപ്പിച്ചു തരാം. സുചാന ചോദിച്ചു, മോനെ നിനക്ക് ഇഷ്ടപ്പെട്ടോ അമ്മേനെ? എനിക്ക് ഇവളെ ഇഷ്ടമാ, നമുക്കെന്നാ അമ്മേനെ ഞാൻ കല്യാണം കഴിച്ചിട്ട് മോന് സമ്മതമാണോ? അപ്പം കിച്ചു പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ അമ്മേനെ നമുക്ക് എടുക്കാ അച്ഛാന്ന് പറഞ്ഞിട്ട് എടുത്ത് ഇപ്പൊ പൊന്തുന്നില്ല അവന്, പാവം പിടിക്കാൻ. അവനിപ്പോ പൊന്തുന്നില്ല നിങ്ങളെ. അതുകൊണ്ടാണ് അവൻ പകുതി നിട്ടേച്ച് പോയത്. ഇത്രയും വലിയ ഭാരമൊന്നും അവൻ അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെയാണ്. അപ്പൊ അത് രേണുവിന്റെ വീട്ടിൽ അവതരിപ്പിച്ചപ്പോ രേണുവിന്റെ അച്ഛനും അമ്മയ്ക്കും 5-8 മാസം കഴിഞ്ഞിട്ടാണ് അത് ആ ബന്ധമെങ്കിലും ഇവരെ കാണാൻ പോകുന്ന പറഞ്ഞത്. അപ്പൊ ഇവരുടെ വിചാരം ഞാൻ എറണാകുളത്ത് ഹോസ്റ്റലിൽ നിന്നായിരുന്നു ഒരു ജോലിയായിട്ട്, പണ്ടൊരു നമ്മള് കസ്റ്റമർ കെയറിൽ. അപ്പം അങ്ങനെ അവിടെ പോകുന്നെന്ന് ഓർത്തിട്ടാണ് ഇവരോട് കള്ളം പറഞ്ഞിട്ട് ഞാൻ പോവായിരുന്നു ഇവരെ കാണാൻ. അച്ഛനെ മോനെ കാണാൻ പോക്കായി. 7-8 മാസം കഴിഞ്ഞു. താലിയും കിട്ടി. താലി തന്നെ മിന്നെ അവിടെ വെച്ച് കുറച്ച് ഇല്ലില്ല, അന്ന് ചുമ്മാ ഇങ്ങനെ അമ്പലത്തിൽ പൂജിച്ച് നമ്മൾ താലി കെട്ടും. വീട്ടിൽ വന്നപ്പോ ചേച്ചി വന്ന് വീട്ടിൽ വന്ന സമയം എന്നെ പിടിച്ച് എന്തൊക്കെ ബഹളായിരുന്നു. മലപ്പുറം കത്തി അമ്പും വില്ലും. ഇപ്പം പവനായി ശവമായി. ഇപ്പം അമ്മ ഒരു വഴി, അത്രയും സ്നേഹം തുളുമ്പുന്ന സ്നേഹനിധിയായ അമ്മ ഒരു വഴിക്ക്, മകൻ വേറൊരു വഴിക്ക്. ആഹാ, സോഷ്യൽ മീഡിയക്കകത്ത് കിടന്ന ഡ്രാമ കാണിക്കാൻ എല്ലാ ആളുകൾക്കും പറ്റും. പക്ഷെ റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് ആ ഒരു സ്നേഹം പിടിച്ചു നിർത്തുക എന്ന് പറയുന്നത് ഇച്ചിരി പാടുള്ള കാര്യം തന്നെയാണ്. ഗൈസ്, എന്റെ മോൻ ഋതപ്പന് ഞാനൊരു പലഹാരം മേടിച്ചോണ്ട് വന്നേ. അവൻ ഏറ്റവും ഇഷ്ടമുള്ള പലഹാരമാണ്. എന്താന്ന് ചോദിച്ചാ ചമ്മന്തിപ്പൊടി എന്ന് മുതലാണ് പലഹാരമായത്? ഞങ്ങളൊക്കെ സാധാരണ ചമ്മന്തിപ്പൊടി കഴിക്കാറുള്ളത് മറ്റേ ഇഡ്ഡലി, ദോശ, അതിൻ്റെയൊക്കെ കൂടെ അതിൽ ഇൻസ്ട്രക്ഷൻ എഴുതിയിട്ടാണോ ചിലപ്പം കുറച്ച് ഓയിൽ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട്, വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ഇഡ്ഡലിയും ദോശയൊക്കെ മുക്കി കഴിക്കുക, ചപ്പാത്തിയൊക്കെ മുക്കി കഴിക്കുക. അത് പലഹാരമായിട്ട് ഇന്നേ വരെ എനിക്ക് തോന്നിയിട്ടില്ല. ആരും അങ്ങനെ പലഹാരമാണ് എന്ന് പറഞ്ഞിട്ട് എഴുതി വിട്ടതായും കണ്ടില്ല. പുള്ളിക്കാരിൻ്റെ കണ്ടുപിടുത്തം. ഋതപ്പന് ഏറ്റവും ഇഷ്ടമുള്ള പലഹാരം ചമ്മന്തിപ്പൊടി. ആഹാ, ഭയങ്കര ഇഷ്ടമാണ്. ചോറിന്റെ കൂടെ ഒരു കറിയും വേണ്ട, ചമ്മന്തിപ്പൊടി പരിപ്പും കൂട്ടി അവൻ പലഹാരം ആരെങ്കിലും ചോറിന്റെ കൂടെ കൂട്ടുമോ? ഇവർക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ. നന്നായിട്ട് ചോറ്. എനിക്കിഷ്ടമുള്ള പലഹാരം ഇതാണ്. ഇത് ഞാൻ കഴിക്കാം കേട്ടോ. ഐസ്ക്രീം പലഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണക്കടികൾ അഥവാ ബേക്കറി ഐറ്റംസിനില്ല നമ്മൾ പലഹാരം എന്ന് പറയാം.
എണ്ണക്കടികൾ, എണ്ണ പലഹാരങ്ങൾ, അല്ലെങ്കിൽ മറ്റേ നുറുക്ക്, അച്ചപ്പം, അങ്ങനെ സാധനങ്ങളൊക്കെ അല്ലേ. ഐസ്ക്രീം ഒക്കെ ഇങ്ങനെയാണ് പലഹാരത്തിൽ പെടുന്നത്. സൂപ്പർ, അങ്ങനെ വേണം. ഇനി സീരിയസ് ആയ കുറച്ച് കാര്യങ്ങളിലോട്ട് പോകും. സീരിയസ് ആയ കുറച്ച് കാര്യങ്ങളിലോട്ട് പോകാം. ഈ രേണു എന്ന് പറയുന്ന സ്ത്രീ ഇപ്പം അടുത്ത് അവർ തന്നെ അവരുടെ ഇതിനകത്തൊക്കെ പറയുകയുണ്ടായി, എനിക്ക് പോകാനുണ്ട് ഇപ്പം അടുത്ത്, ചിലപ്പോൾ ഞാൻ ഗൾഫ് പോകും, ജൂൺ 5 ആ സമയത്തൊന്നും ഞാനിവിടെ കാണത്തില്ല, സുധിച്ചേട്ടൻ്റെ പരിപാടിക്ക് ഞാൻ മക്കളെ വിടും എന്നൊക്കെയാണ് പറഞ്ഞുള്ളത്. അത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റിയാക്ട് ചെയ്തായിരുന്നു, ചാനലിൽ കിടപ്പുണ്ട്, താല്പര്യമുള്ള ആൾക്കാർ കയറി കാണുക. അപ്പോൾ അതിനകത്ത് പുള്ളിക്കാരിനെ പറയുന്നുണ്ട്, എനിക്കൊരു ട്രിപ്പുണ്ട്. ഈ ഒരു ട്രിപ്പിനെ കുറിച്ചിട്ട് ഗൾഫിലുള്ള പുറമേയുള്ള വേറൊരു സ്ത്രീ വന്ന് ഷെഫിനത്താൻ്റെ ചാനലിനകത്ത് ഒരു ഓഡിയോ കൊടുക്കുന്നുണ്ട്. ഈ ബക്രീദും കാര്യങ്ങളൊക്കെ അടുപ്പിച്ച് 10 ദിവസത്തെ അവിടെ പരിപാടി ഉണ്ട്. ഈ പരിപാടിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കയ്യിൽ ഇരട്ടിപ്പണം കിട്ടുന്ന മലയാളി യുവാക്കൾ അല്ലെങ്കിൽ കിളവന്മാർ അല്ലെങ്കിൽ മധ്യവയസ്കർ ഈ പൈസ അതേ തോതിൽ തന്നെ അവിടെ വരുന്ന മറ്റ് ചില സ്ത്രീകൾക്ക് കൊടുക്കാൻ തയ്യാറായി മുട്ടി നിൽക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ 10 ദിവസം അവിടെ പോയി കഴിഞ്ഞാൽ നല്ലൊരു പണം വാരാം എന്നുള്ള മനക്കോട്ട കെട്ടി പുള്ളിക്കാരി അവിടെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഈ പെൺവാണിഭ ഇഷ്യൂസ് മറ്റേ പരിപാടി അത് ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പുള്ളിക്കാരിനെ ചവിട്ടി പിടിച്ചേക്കാണ്, അങ്ങോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഉള്ളത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാർ അറിയും എന്നുള്ളത് അറിയാം. പിന്നെ മീഡിയ പ്രസൻസ് ഒഴിവാക്കി പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. മയക്കുമരുന്ന് പോലെയുള്ള സാധനങ്ങൾക്ക് ഈ പുള്ളിക്കാരി അഡിക്റ്റാണ്. അഡിക്റ്റെന്നല്ല, വലിക്കുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്, സിഗരറ്റ് വലിക്കും, കള്ള് കുടിക്കും, ചുരുക്കം പറഞ്ഞാൽ ഞാൻ തൊലഞ്ഞിരിക്കാത്ത ഒരു തൊലഞ്ഞ ജീവിതം. ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. സിഗരറ്റ് വലിക്കുക, കള്ളു കുടിക്കുക, ഇതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഇതൊന്നും വലിച്ചു കയറ്റി മറ്റുള്ളവരെ ആരും ഹാം ചെയ്യാത്തോടത്തോളം കാലം അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. സപ്പോർട്ട് ചെയ്യാനും നെഗറ്റീവ് പറയാനും നമ്മൾ നിൽക്കുന്നില്ല. ഈ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ മക്കളൊക്കെ വളർന്നു വരികയാണ് എന്നുള്ള ബോധം അവർക്ക് വേണം, നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിലും കൂടുതൽ. അതുകൊണ്ട് തന്നെ ഷെഫിനത്താൻ്റെ ചാനലിൽ വന്നിട്ടുള്ള ആ ഒരു ഓഡിയോ ക്ലിപ്സ് ഒന്ന് കേൾക്കാം. പിന്നെ നമ്മളെ സുധിക്ക് വലിയൊരു അടി കിട്ടിയിട്ടോ. ഈ ആഴ്ച അവള് വരാനിരുന്നതാ, ഇതുവരെ അവളുടെ കാര്യമൊന്നും ഇതുവരെ റെഡി ആയിട്ടില്ല. ഇനി വരുമോന്ന് എനിക്കറിയില്ല. 23 മുതൽ 31 തീയതി വരെ ഇവിടെ വൻ കച്ചവടം നടക്കുന്ന സമയം. അപ്പൊ പിന്നെ അവള് ഇപ്പം അവിടെ ചൊറിയും കുത്തി ഇരിക്കുന്നത് തന്നെ ഈ ഒരാഴ്ചയും കൊണ്ട് ലക്ഷങ്ങൾ ഉണ്ടാക്കാം അവൾക്ക്. അത്രയും ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടായിരിക്കും അവർ ഇരിക്കുന്നുണ്ടാവും. ഇപ്പൊ ഇത്രയും ഇഷ്യൂസസ് ഉണ്ടായത് കൊണ്ടാണ് ഇപ്പൊ രേണുസുധീനെ അവരൊന്ന് ചവിട്ടിപ്പിടിച്ചത്. ഇപ്പൊ എടുത്തു പിടിച്ചെന്ന് പറഞ്ഞ് കൊണ്ടുപോയി കഴിഞ്ഞാൽ പലരും ഇവളുടെ മാനേജര് കരിഷ്മ, ഇതൊക്കെ ഇതിലെ സംഘത്തിൽപ്പെട്ട ടീമുകളാ. ദുബായിലെ ഈ 10 ദിവസത്തെ ചാകര കാശ് വരാന്നുള്ള മോഹം പൊലിഞ്ഞു കുത്തി ഇരിക്കണം അവിടെ ഒരുത്തി. പക്ഷെ ഞാൻ വിചാരിക്കുന്ന എന്താന്ന് വെച്ചാൽ ഇവള് ഒരിടത്തും പ്രസിദ്ധീകരിക്കാതെ ഒരു ന്യൂസ് ചാനലുകാരെ മുമ്പിലും വരാതെ ചിലപ്പോ രഹസ്യമായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അവൾ ഈ ദുബായിൽ എവിടെ വന്നാലും നമ്മളറിയാം ഏത് ഷോപ്പിലാണുള്ളതെന്നുള്ളത്. നമുക്ക് കൃത്യമായിട്ട് വിവരം തരാൻ ചാരന്മാരുണ്ട്. ഇത് എന്ത് കണ്ടിട്ടാണ് ഈ നെഗളിക്കുന്നത്? ഇത് വല്ല കഞ്ചാവ് അടിക്കുന്നുണ്ടോ? കഞ്ചാവല്ല, MDMA അടിക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് മനസ്സിലായത് അന്ന് ഇവിടെ വന്ന സമയത്ത്. കഞ്ചാവൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, MDMA അടിക്കും. നല്ല ഒന്നാം തരം സിഗരറ്റ് വലിയാണ്, വെള്ളമടിയാണ്. ഇവക്ക് കണ്ണിന് കാഴ്ചക്കുറവല്ലോ ഉണ്ടോ? ഇവള് തമന്യ അത്രേ. ഇത് ചോദിക്കുന്ന ആ തെണ്ടി ഉണ്ടല്ലോ, ഒരു തെണ്ടി. ഇവനൊക്കെ ഏത് യൂണിവേഴ്സിൽ ജീവിക്കുന്നവനാ? ഇവള് തമന്യ അത്രേ. അപ്പോൾ ഇവരൊക്കെ വിചാരം ജീവിക്കാൻ വേണ്ടിയിട്ട് ജീവിച്ചോട്ടെ, വേറെ ആൾക്കാരൊന്നും ജീവിക്കുന്ന രീതികൾ ഇവർ കാണുന്നില്ല. ഇങ്ങനെയൊക്കെ ജീവിച്ചാലേ ആ ജീവിതത്തിനൊരു രസമുള്ളൂ, ഇങ്ങനെ കിട്ടുന്ന പണത്തിന് രുചിയുള്ളൂ. അല്ല, എനിക്ക് അറിയാത്തതുകൊണ്ട് ചോദിച്ചതാണ്. നമ്മളാരും ഇപ്പോൾ പരിപാടിക്ക് പോകാത്തതുകൊണ്ടും അതിൽ നിന്ന് പണം മേടിക്കാത്തതുകൊണ്ടും അതുപയോഗിച്ച് ആഹാരം കഴിക്കാത്തതുകൊണ്ടും അതിൻ്റെ രുചി എന്താണെന്ന് അറിയത്തില്ല. പിന്നെ ഇവർ പറയുന്ന കൺസെപ്റ്റ് പ്രകാരം ഭർത്താവ് നഷ്ടപ്പെട്ട ആൾക്കാർ, പടുകുഴിയിൽ കിടക്കുന്ന ആൾക്കാർ, ദാരിദ്ര്യത്തിൽ കിടക്കുന്ന ആൾക്കാരെ വീട്ടിലോട്ട് എപ്പോഴും ആളുകൾ അവിടെ എന്തെങ്കിലും കഴിക്കാനുണ്ടോ, കുടിക്കാനുണ്ടോ, മക്കൾ കഴിച്ചോ, ഓണത്തിന് എന്തെങ്കിലും കഴിച്ചോ, വിരുന്നുണ്ടോ, ഭക്ഷണമുണ്ടോ, അങ്ങനെ എപ്പോഴും അങ്ങനെ ഫിനാൻഷ്യലി സഫർ ചെയ്യുന്ന ഒരു വീടാണ് ഇത് എന്ന് എല്ലാ ആളുകൾക്കും മനസ്സിലാകും. അവരുടെ ചുറ്റുവട്ടം നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകും. അതല്ലാന്നുണ്ടെങ്കിൽ അവരായിട്ട് വ്യക്തിപരമായി അടുപ്പമുള്ള ആൾക്കാർക്ക് അറിയും. അതല്ലാതെ ഇവരുടെ കുടുംബം എങ്ങനെ സഫർ ചെയ്യുന്ന ഒരു കുടുംബമാണ്, ഇവർ സാമ്പത്തികമായി പിന്നോട്ടാണ് എന്ന് ഇപ്പം എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരിൽ ഒത്തിരി പേര് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. എനിക്ക് അവരെ ആരെങ്കിലും അറിയോ? അതേമാതിരി തന്നെയാണ് ഈ രേണുവും കുടുംബവും. നാട്ടുകാർക്ക് മുഴുവൻ ഇവരുടെ ജീവിത സാഹചര്യവും അവരുടെ സാമ്പത്തിക അവസ്ഥയും അറിയൊന്നുമില്ല. അവരായിട്ട് ഈ സോഷ്യൽ മീഡിയയിലേക്ക് വന്നിട്ട് വിളമ്പുന്നത് വരെ. അപ്പോൾ അത് അറിയാതെ ആർക്കും അവരെ സഹായിക്കാനും പറ്റില്ല. അത് അറിഞ്ഞ ആൾക്കാർ അവരെ സഹായിച്ചിട്ടുമുണ്ട്. പിന്നെ ഇതെല്ലാം ലഭിച്ചതിന് ശേഷം കാലാകാലം അവർ ജീവിക്കാൻ വേണ്ടിയല്ലേ ചിലവിന് ചോദിക്കുക. എന്തെങ്കിലും പറയുമ്പോഴേക്കും അങ്ങോട്ട് എനിക്ക് ചിലവിന് താ എന്നാൽ ഞാൻ വീട്ടിലിരിക്കാമെന്ന് പറയും. ഇതൊക്കെ ശരിയായൊരു നടപടിയാണോ എന്ന് നിങ്ങളെല്ലാവരും തന്നെ ഒന്ന് ചിന്തിച്ചിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.